ഇത് നമ്മൾ നല്ലൊരു അടിപൊളി ബോട്ടി കറി ഉണ്ടാക്കുന്നത്. ഇത് ആടിൻ്റെ ബോട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ. ചോറിൻ്റെ കൂടെ ആയാലും പുട്ടിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ട ഇടിയപ്പം എന്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അത് ആടിൻ്റെ ബോട്ടി കൊടുത്തിട്ട് 2 ബോട്ടിയാണ് ഇട്ടത്. ഇത് കൊടുന്നതിന് ശേഷം ഞങ്ങൾ തന്നെയാണ് ഇത് നല്ലപോലെ ക്ലീനൊക്കെ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് ഉപ്പും വിനാഗിരി ഒഴിച്ചിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം നല്ലപോലെ കൈ കൊണ്ട് തിരുമ്പി കഴുകിയിട്ട് വെള്ളം വാരാൻ വേണ്ടി അവിടെ മാറ്റി വെക്കണം. അതോടൊപ്പം ഞാൻ കഴുകണമൊന്നും കാണിക്കണില്ല. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിലേക്ക് ഞാൻ 1/2 കപ്പ് മുഴുവനായിട്ടുള്ള മല്ലി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുരുമുളക് എടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 5-6 ഏലക്കായ എടുത്തിട്ടുണ്ട്. ചെറിയ ഏലക്കായ കൊണ്ടാണ് 5-6 എടുത്തത്. ഒരു 3-4 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തുണ്ട് പട്ട എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് എരിവില്ല. ഞാനിവിടെ കുട്ടികളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഒരുപാട് എരിവ് ഇട്ടിട്ടില്ല. പിന്നെ അതിലേക്ക് നമ്മളൊരു ടേബിൾ സ്പൂൺ മുഴുവനും ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് വലിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടുതൽ എടുക്കുക. വലിയ ജീരകം കുറച്ചെടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ലപോലെ പറഞ്ഞാൽ ഒരുപാട് വറന്നതാകണ്ട. ഇതെല്ലാം ഞാൻ നല്ലപോലെ കഴുകി ഉണക്കിയതാണ്. അപ്പോൾ പെട്ടെന്നൊന്ന് ചൂടായതിന് ശേഷം നല്ലപോലെ ഒന്ന് പൊട്ടി വരും. ആ സമയം കൊണ്ട് ഞാനത് ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇനി ഇത് നമുക്ക് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ പൊടിക്കണ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇതപ്പോൾ ഞാൻ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈൻ പൗഡർ ആകുമെന്നും വേണ്ട. ഒരു ചെറിയൊരു തരിയോട് കൂടിയിട്ട് തന്നെ പൊടിച്ചെടുക്കുക. ഇത് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന മസാലയാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ തന്നെ ഞാൻ ആടിൻ്റെ ബോട്ടിയൊക്കെ വെക്കൽ. അതിന് ശേഷം നമ്മളിതാ കഴുകി വെള്ളമൊക്കെ നല്ലപോലെ വാർന്നതിന് ശേഷം ബോട്ടി ഞാനതൊരു പാത്രത്തിലേക്ക് കൊട്ടിയിട്ടുണ്ട്. കൊട്ടിയതിന് ശേഷം ഇനി നമ്മൾ പൊടിച്ച് വെച്ച മസാല ഇതിലേക്ക് ഇടുക. നമ്മൾ ആടിൻ്റെ എന്ത് വെക്കുകയാണെങ്കിലും മരുന്ന് പോലെ വെച്ച് പറഞ്ഞാൽ അതൊരു മരുന്നാണ് കേട്ടോ. പോത്തിൻ്റെ വെക്കും പോലെയല്ല. ഞാൻ ആടിൻ്റെയൊക്കെ വെക്കുകയാണെങ്കിൽ അത് ഈ മസാലയിൽ ഇട്ടിട്ട് തന്നെ വെക്കൽ. പോത്തിൻ്റെയൊക്കെ വേറെ രീതിയിൽ വെക്കും. പിന്നെ ഇതിൻ്റെ നേരാക്കുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ലിവർ ഫ്രൈ ബോട്ടി ഫ്രൈ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പോത്തിൻ്റെ ബോട്ടി നേരാക്കുന്നതും കറി വെക്കണ വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച മസാല ഇട്ട് അതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ കൈ കൊണ്ട് മിക്സാക്കി നല്ലപോലെ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോഴാണ് അതിൻ്റെ എല്ലാ ഭാഗത്തും മസാല ആവുള്ളൂ. കുഴച്ചെടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഇനി ഇതൊന്ന് മൂടി വെക്കാം. അവിടെ ഇരിക്കട്ടെ അത് കുറച്ച് നേരം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്ത് വെക്കാണ്ട് അതും കൂടി ചെയ്ത് വെക്കാം. ആ സമയം വരെ അതോടെ മൂടി വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഞാനിത് ഒരു 1/4 കിലോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 100 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലപോലെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകിയിട്ട് ഞാനിതൊന്ന് ചാച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനിത് ഫ്ലെയിം ഓണാക്കിയിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് ഞാനിത് വെക്കുന്നത്. കുക്കർ വെച്ച് അതിലേക്ക് ഞാൻ 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് പോയതിന് ശേഷം നല്ലപോലെ ഒന്ന് വെള്ളം വറ്റി അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ഒരുപാട് കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങളിത് മൺചട്ടിയിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഉള്ളികളൊന്നും ചതക്കേണ്ട ആവശ്യമില്ല. ഇഞ്ചി മാത്രം ഒന്ന് ചതച്ചിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അങ്ങനെ തന്നെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയ മസാലയും പാടിട്ട് നല്ലപോലെ കുഴച്ചതിന് ശേഷം അടുപ്പിൽ വെച്ചാലും മതി മൺചട്ടിയിൽ. അടിപൊളി ടേസ്റ്റാണ്. വെന്ത് വരുമ്പോഴേക്കും ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഉള്ളി ഒന്ന് വഴന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കറിവേപ്പില ഇട്ട് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് പച്ചമണം പോയി കിട്ടണം. ആ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ബോട്ടിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഉള്ളി വഴലാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. കളറൊന്നും മാറിയിട്ടുമില്ല. അതിനുശേഷം നമ്മളിതാ മസാല തേച്ച് വെച്ച ബോട്ടി മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയ 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പുറം കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുക.
ഇത് കണ്ടുകൊടുമ്പോൾ തന്നെ നിങ്ങൾ അയ്യേന്ന് പറഞ്ഞിട്ട് പോകരുത്. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം നല്ലപോലെ ബോട്ടി വഴറ്റിയതിന് ശേഷം നല്ലപോലെ ചൂട് കയറിയിട്ടുണ്ട്. ആ സമയത്ത് ഞാനിത് കുക്കർ മൂടി വെച്ച് അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലടിപ്പിക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ഏറ്റവും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-6 വിസിലടിപ്പിക്കണം. ഇത് നല്ല വേവുള്ളതാണ്. അപ്പോൾ നല്ല വേവുള്ള കാരണം കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വിസിലടിപ്പിക്കുക. ഒരു 5-6 വിസിലടിച്ചതിന് ശേഷം ഞാനിത് ഫ്ലെയിം ഓഫാക്കി വെക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫാക്കി വെച്ചതിന് ശേഷം എയർ മുഴുവനും പോയതിന് ശേഷം മാത്രമാണ് ഞാനിപ്പോൾ തുറക്കുന്നത്. തുറക്കുമ്പോൾ തന്നെ എൻ്റെ പൊന്നും എന്തോരം മണമാണെന്ന് അറിയാം. ഇതിപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒരുപാട് ഇല്ലേനും നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ ഒരുപാട് വെള്ളം ഉണ്ട് പറഞ്ഞാൽ പിന്നെ ഗ്യാസിലാകുമ്പോൾ നല്ലപോലെ വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അത്രയും ഗ്യാസ് നഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ വെള്ളം വാർന്നതിന് ശേഷം നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരുപാട് വെള്ളം ഉണ്ടാവില്ല. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട വരട്ടിയെടുക്കണം പറഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം വറ്റിക്കണം എന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കുക. പൊരിച്ചെടുക്കണം പറഞ്ഞാൽ അതിൻ്റെ വെള്ളം വറ്റിച്ച് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഒരുപാട് എണ്ണ ഒഴിക്കരുത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കാൻ മറക്കരുത്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.